സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം. സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. നൈജീരിയയിൽ മറ്റൊരു വൈദികനെ തട്ടിക്കൊണ്ടുപോയി. അബൂജ. ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ കൊണ്ട് കുപ്രസിദ്ധമായ നൈജീരിയയിൽ മറ്റൊരു കത്തോലിക്ക വൈദികനെ കൂടി തട്ടിക്കൊണ്ടുപോയി. അദാമാവ സംസ്ഥാനത്തെ യോള രൂപതയിൽ നിന്നുള്ള ഫാദർ ഒലിവർ ബുബയെ ആണ് അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയത്. മെയ് 21 പുലർച്ചെ 1 മണിയോടെ സെൻട്രീത്ത ഇടവകയിലെ വൈദിക മന്ദിരത്തിൽ നിന്നാണ് വൈദികനെ തട്ടിക്കൊണ്ടുപോയതെന്ന് യോള ബിഷപ്പ് സ്റ്റീഫൻ ഡാമി മംസ പ്രസ്താവനയിൽ വെളിപ്പെടുത്തി. കഴിഞ്ഞ 15-ാം തീയതി നൈജീരിയയുടെ മധ്യ തെക്കൻ പ്രദേശത്തുള്ള അനാംബ സംസ്ഥാനത്ത് മറ്റൊരു വൈദികനെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. ദ്രവ്യമോചനമായി വൻതുക ലക്ഷ്യമിട്ടാണ് സായുധധാരികൾ വൈദികർ ഉൾപ്പെടെയുള്ളവരെ തട്ടിക്കൊണ്ടുപോകുന്നത്. നിരവധി ആളുകളെ രാജ്യത്ത് അക്രമികൾ തട്ടിക്കൊണ്ടുപോകുന്നുണ്ടെന്ന് ഫീദസ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നൈജീരിയയുടെ വടക്കുകിഴക്കൻ പ്രദേശമാണ് യോള രൂപത സ്ഥിതി ചെയ്യുന്ന അദാമ സംസ്ഥാനം. എന്നാൽ മെയ് 15 തട്ടിക്കൊണ്ടുപോകപ്പെട്ട വൈദികർ സേവനമനുഷ്ഠിച്ചിരുന്നത് നൈജീരിയ തലസ്ഥാനമായ അബൂജയിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത മധ്യ തെക്കൻ ഭാഗത്തുള്ള അനാംബ സംസ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ നിരവധി വൈദികരെ ആണ് നൈജീരിയയിൽ കൊല്ലപ്പെട്ടത്. തട്ടിക്കൊണ്ടുപോകലിന് ഇരയാകുന്ന വൈദികരുടെ എണ്ണവും 10 മടങ്ങാണ്. 2024 വേൾഡ് വാച്ച് ലിസ്റ്റിൽ ക്രിസ്ത്യാനികൾ ജീവിച്ചിരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 6-ാം സ്ഥാനത്താണ് നൈജീരിയ. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.